ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ജെറുഷ സി രാജു, സെന്റ് ജോൺസ് CSI ചർച്ച് പൂമലയിലെ സഭാംഗമാണ്. ജേണി ത്രൂ ദ സാംസിന്റെ 114 ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 69 അധ്യായം 9 മുതൽ 18 വരെയുള്ള ദൈവവാക്യങ്ങളാണ്. ജീവിതത്തിൽ അസാധാരണമായി കഷ്ടം അനുഭവിച്ച ദാവീദ് തന്റെ സങ്കടത്തിന്റെ ആഴം വിവരിക്കുന്ന ഒരു വിലാപ സങ്കീർത്തനമാണ് 69 സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൽ ദാവീദ് ദൈവത്തെ പ്രതി അനുഭവിക്കുന്ന കഷ്ടത, അപമാനം, തിരസ്കരണം ഇവയിൽ നിന്നും ദൈവം തന്നെ വിടുവിക്കുമെന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. ഈ പ്രസ്താവന കർത്താവായ യേശുക്രിസ്തുവിനു വേണ്ടി അപ്പസ്തലനായ യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്. തന്റെ ചാർച്ചക്കാർ എന്നെ പകച്ചിരിക്കുന്നുവെന്നും ദൈവത്തിന് നേരെയുള്ള അവരുടെ നിന്ന ദാവീദിന് ഏറ്റെടുക്കേണ്ടി വന്നുവെന്നും താൻ പരിതപിക്കുന്നു. 13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ദാവീദ് രക്ഷയ്ക്കായുള്ള പ്രാർത്ഥനയാണ് അതിൽ ചെയ്തിരിക്കുന്നത്. തന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം തരുവാൻ താമസിക്കുന്നുവെങ്കിലും ദൈവം തന്റെ തക്ക സമയത്ത് അതിന് ഉത്തരം നൽകുമെന്ന വിശ്വാസം സങ്കീർത്തനക്കാരനുണ്ട്. അതിനടിസ്ഥാനമായി നാം കാണുന്നത് ദൈവത്തിന്റെ കരുണയും അതിൻ്റെ ഉടമ്പടിയുമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഈ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. ഇത് കേട്ടവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ആമേൻ.